നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ, നമ്മളോട് ബിസിനസ് കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരാൾ, അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വരുന്നു. അയാൾ അതിഥിയായി വന്നതുകൊണ്ട് തന്നെ അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണല്ലേ. അങ്ങനെ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഇയാൾക്ക് ഒരു കപ്പ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഇയാള് അപ്രതീക്ഷിതമായി പുറകിലൂടെ വന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് വടി കൊണ്ട് നിങ്ങളുടെ തലയോട്ടി തകർത്ത് നിങ്ങളെ കൊന്നുകളഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 2019 ഫെബ്രുവരി മാസത്തിൽ തൃശ്ശൂരിലെ പാഞ്ഞാലിയിൽ വെച്ചുണ്ടായ അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണിത്. റിട്ടയർഡ് അധ്യാപികയായ 62 വയസ്സുകാരി ശോഭന ടീച്ചർക്കുണ്ടായ ദാരുണമായ ഒരു കൊലപാതകം. ഒടുവിൽ പ്രതി പോലീസിനെ സമർത്ഥമായി പറ്റിച്ചു എന്ന് കരുതി ഒരുപാട് നാൾ ഒടുവിൽ കഴിഞ്ഞു. എന്നാൽ അയാളുടെ സ്വന്തം കയ്യബദ്ധം കൊണ്ട് തന്നെ ഉണ്ടായ ഒരു തെളിവിന്റെ പേരിൽ ഒടുവിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഈ നടുക്കുന്ന കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ഫെബ്രുവരി മാസം, ശോഭന ടീച്ചറുടെ വീടിന്റെ ഉമ്രം. എന്നത്തെയും പോലെ തന്നെ രാവിലെ പത്രമിടാൻ വേണ്ടിയിട്ട് പത്രക്കാരൻ വീടിന്റെ മുന്നിലെത്തി. അയാൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അയാൾ ശ്രദ്ധിക്കുകയാണ്. അയാള് ഇന്നത്തെ പത്രവും അവിടെ ഇട്ട് അങ്ങനെ പോവുകയാണ്. അയാള് കരുതിയത് വേറൊന്നുമല്ല, ഒരുപക്ഷെ ടീച്ചർ സ്ഥലത്തുണ്ടാവില്ല, വരുമ്പോൾ അവർ കളക്ട് ചെയ്തോളും എന്ന് കരുതി. പത്രം ഇടുന്നത് മുടക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പത്രം അവിടെ ഇട്ട് അയാൾ പോയി. പിന്നാലെ പാൽക്കാരൻ വരികയാണ്. പാൽക്കാരൻ വരുന്ന സമയത്തും ഏകദേശം 3 ദിവസത്തോളമായി കഴിഞ്ഞ ദിവസത്തെ പാലുകളും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുകയാണ്. ഇതിലയാൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ കേബിൾ TV ഓപ്പറേറ്ററുടെ കാശ് പിരിക്കുന്ന പരിക്കാരൻ ആ വീടിന്റെ ഉമ്മറത്തേക്ക് എത്തുകയാണ്. അയാൾ നോക്കുന്ന സമയത്ത് മുറ്റത്ത് 2-3 ദിവസമായിട്ട് കളക്ട് ചെയ്യാത്ത പത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ പാലും എങ്ങനെ ഇരിപ്പുണ്ട്. അയാള് ഒന്ന് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി അയാള് കോളിംഗ് ബെല്ല് പ്രസ് ചെയ്തു. കോളിംഗ് ബെല്ല് കുറച്ചധികം തവണ പ്രസ് ചെയ്തിട്ടും അയാൾക്ക് അവിടുന്ന് ഒരു ആളനക്കം ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ചു വന്നാലോ എന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ ആളുണ്ടാവില്ല എന്നാണ് അയാൾ ആദ്യം കരുതിയത്. അങ്ങനെ തിരിച്ചു വരാൻ നോക്കുന്ന സമയത്ത് അയാൾക്ക് അവിടുന്ന് എന്തോ ഒരു രൂക്ഷഗന്ധം കിട്ടുകയാണ്. അയാൾ ആ വാതിലിനടുത്തേക്ക് ഒന്നുകൂടി ചെല്ലുന്ന സമയത്ത് ഈ ഗന്ധം ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പൊ അയാൾക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, ഈ വീട്ടിന്റെ അകത്ത് നിന്ന് തന്നെയാണ് ഈ രൂക്ഷഗന്ധം വരുന്നത്. അയാൾക്ക് പെട്ടെന്ന് തന്നെ ആ ദുർഗന്ധം കാരണം ഛർദ്ദിക്കാൻ വന്നതുകൊണ്ട് അയാൾ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. എന്നിട്ട് വീടിന് ചുറ്റും ഒന്ന് ഇങ്ങനെ നടന്നു നോക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്നുള്ളത്. അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണാൻ കഴിയില്ല. മുറ്റത്ത് പാലും പത്രവും ഒന്നും കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊഴികെ വേറെ പ്രശ്നങ്ങളൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ നാട്ടുകാരിൽ കുറച്ച് പേരെ, തനിക്കറിയാവുന്ന കുറച്ച് പേരെ വിളിക്കുകയാണ്. നാട്ടുകാരിൽ തനിക്കറിയാവുന്ന കുറച്ച് പേരെ വിളിച്ചിട്ട് അയാൾ വീടിന് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. അയാൾ നേരത്തെ ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് നാട്ടുകാരിൽ കുറച്ച് ആളുകളോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വാതിലിനടുത്തേക്ക് ചെന്നിരുന്നു, അവിടെ നിന്ന് എനിക്ക് എന്തോ ഒരു രൂക്ഷഗന്ധം വന്ന സമയത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വന്നപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്നത്. പന്തികേട് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചത്. അങ്ങനെ ഇവര് ഈ വീടിന് ചുറ്റും ഇങ്ങനെ നടന്നു നോക്കിയിട്ട് വീടിന്റെ പുറകുവശത്തുള്ള ഒരു ജനൽ മാത്രം ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ആ ജനലിങ്ങനെ തുറന്നു. ആ ജനലിങ്ങനെ തുറന്ന സമയത്ത് ഭയങ്കര രൂക്ഷമായ ഒരു ഗന്ധം ഇങ്ങനെ പുറത്തേക്ക് അടിക്കുകയാണ്. എല്ലാവർക്കും ഛർദ്ദിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഓക്കാനം പിടിച്ച് നിൽക്കുകയാണ്. കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, അവരങ്ങോട്ടേക്ക് മാറിപ്പോയി ഛർദ്ദിക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നമായി. നാട്ടുകാർ കൂടുതലൊന്നും ചിന്തിക്കാൻ തന്നില്ല. പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. സാർ, ഞങ്ങളിങ്ങനെ ഈ തൃശ്ശൂർ പാഞ്ഞാലിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ 62 വയസ്സുള്ള ഒരു ടീച്ചർ താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട് സാർ. ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഈ ടീച്ചറെ പുറത്തേക്ക് കണ്ടിട്ട് മാത്രമല്ല, ഞങ്ങളിന്ന് പന്തികേട് തോന്നി ഇവിടെ വന്ന കേബിൾ വരിക്കാരൻ പന്തികേട് തോന്നിയിട്ട് ഞങ്ങളെ കൂടെ വിളിച്ച് ഞങ്ങളോട് വന്ന് നോക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ അകത്ത് നിന്ന് ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധം വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടേക്ക് വരണം. എന്തോ ഒരു അനിഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് സാർ, പെട്ടെന്ന് തന്നെ ഇവിടത്തേക്ക് വരണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാരിൽ ഒരാൾ ഫോൺ കട്ട് ചെയ്ത് നേരെ ആ വീട്ടിലേക്ക് തന്നെ വീണ്ടും പോയി. വിവരം പറഞ്ഞ ഉടനെ തന്നെ പോലീസ് സ്ഥലത്തേക്ക് എത്തുകയാണ്. അവർ വന്ന് ഈ വീടിന് ചുറ്റും ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നോക്കുകയാണ്. ശരിയാന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. അങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇത് പൂട്ടിയിട്ടിട്ട് വാതിൽ പുറമേ നിന്ന് പൂട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വാതിൽ പൊളിച്ചിട്ടല്ലാതെ കയറാൻ കഴിയില്ല. അങ്ങനെ പോലീസ് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കടന്ന സമയത്ത് തന്നെ ഈ രൂക്ഷഗന്ധം അടിച്ച പോലീസിന് കാര്യം മനസ്സിലായി, ഏതോ ഒരു മനുഷ്യന്റെ ഒരു മൃതദേഹം ചീഞ്ഞളിഞ്ഞ രൂപത്തിൽ ഈ മുറിക്കകത്തുണ്ട്. അങ്ങനെ അവർ ആ വീടിന്റെ ഉൾഭാഗം മുഴുവൻ പരിശോധിക്കുകയാണ്. ആദ്യം ബെഡ്റൂമിലേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഈ രൂക്ഷഗന്ധം അടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ താറുമാറായിട്ട് കിടപ്പുണ്ട്, അങ്ങേയായിട്ട് ഇങ്ങനെ വലിച്ചിട്ട രീതിയിൽ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല അവർ ശ്രദ്ധിച്ചപ്പോൾ
ആരോ ഒരാൾ ഇങ്ങനെ ചളിയിൽ ചവിട്ടി നടന്നു പോയ ഒരു പാടും കാണുന്നുണ്ട് റൂമിൽ. പിന്നീട് അവർ നേരെ ചെന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിലേക്ക് ചെന്ന പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ശോഭന ടീച്ചറുടെ മൃതദേഹമാണ് അടുക്കളയിൽ കിടക്കുന്നത്. അതാകെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിൽ നിന്ന് പെട്ടെന്ന് ഒറ്ററത്തിൽ മനസ്സിലാകുന്ന കാര്യം, ഈ മൃതദേഹത്തിന് ഏകദേശം 4-5 ദിവസത്തെ പഴക്കമുണ്ട്. ഈ ശോഭന ടീച്ചറുടെ വസ്ത്രങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ടുള്ള നിലയിലായിരുന്നു. മാത്രമല്ല അടുക്കളയിലെ പാത്രങ്ങൾ, സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട നിലയിലാണ് കാണപ്പെട്ടത്. പോലീസ് ഉടനെ തന്നെ ഈ ടീച്ചറെ പറ്റിയുള്ള കാര്യങ്ങൾ അയൽവാസികളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ ടീച്ചർക്ക് പ്രായം ഏകദേശം 62 വയസ്സുണ്ട്. റിട്ടയർഡായി ഏകദേശം 3-4 വർഷങ്ങളായിട്ടുണ്ട്. മാത്രമല്ല ഈ ടീച്ചർ പൊതുവെ അവിടെയുള്ള ആളുകളോടൊരു സൗഹൃദം കീപ്പ് ചെയ്തിരുന്ന ആളായിരുന്നില്ല. ഒരു സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ പോലീസ് അവിടുത്തെ പരിസര പ്രദേശങ്ങളും അതേപോലെ കൊലപാതകം നടന്ന പ്രദേശങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ച സമയത്ത് പോലീസിനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതായത് മുൻപിലത്തെ വാതിലിന് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല പുറകിലത്തെ വാതിലും അതുപോലെ തന്നെ ഒരു പ്രശ്നവും സംഭവിക്കാത്ത രീതിയിലുള്ളത്. വീട് പൊളിച്ച് അകത്തേക്ക് കയറിയ രീതിയിലുള്ള യാതൊരു അടയാളങ്ങളും കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലയാളി ടീച്ചറുടെ സമ്മതത്തോടുകൂടി ടീച്ചറിനെ അറിയുന്ന, ടീച്ചറുടെ കാര്യങ്ങളൊക്കെ അടുത്തറിയുന്ന ആരോ ഒരാളാണ് ഈ വീട്ടിൽ വന്ന് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. രണ്ടാമതായിട്ട് പോലീസ് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശോഭന ടീച്ചർ വന്ന ആൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടയാളമായി ടേബിളിൽ 2 ചായക്കപ്പും കാണുന്നുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്, തീർച്ചയായും ശോഭന ടീച്ചറുമായി ബന്ധപ്പെട്ട, ശോഭന ടീച്ചറെ ഏറ്റവും അറിയുന്ന ഒരാളാണ് ഈ വീട്ടിൽ വന്നിട്ട് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ആ പരിസരത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചെയ്ത കാര്യം, ആ പരിസരമൊക്കെ ഇങ്ങനെ മണത്ത് നോക്കുകയാണ്. അങ്ങനെ മണത്ത് നോക്കുന്ന സമയത്ത് പണ്ട് കാലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ആട്ടുകല്ലിന്റെ അമ്മിയിൽ ഇങ്ങനെ മണത്ത് നിൽക്കുന്നുണ്ട്. ആ അമ്മി നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചോരക്കറ കാണാനിടയായി. ഇതുകൊണ്ട് തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്, ഇത് ഉപയോഗിച്ച് ശക്തമായി തലക്കടിച്ചിട്ടാണ് ഈ പ്രതി ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രതിയുടെ വിരലടയാളങ്ങൾ ഇതിനു മേലെ പതിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പോലീസ് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. പിന്നീട് പോലീസ് ഈ ടീച്ചറുടെ ജീവിത പശ്ചാത്തലങ്ങളെ കുറിച്ച് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പഠിച്ച സമയത്ത് പോലീസിന് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. പുറമേയുള്ള ഔട്ട്ലുക്കിൽ കാണുന്ന ശോഭന ടീച്ചറല്ല യഥാർത്ഥ ശോഭന ടീച്ചർ. സത്യത്തിൽ അവരൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരുന്നു. അവര് ഓരോ ഇടപാടിലൂടെയും സമ്പാദിച്ചിരുന്നത് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളായിരിക്കാം ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് മനസ്സിലാക്കുകയാണ്. ഇവര് മറ്റുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ആ മതിലുകൾ ഇങ്ങനെ ഉയർത്തി കെട്ടിയതും മറ്റുള്ള ആളുകളുമായിട്ട് അകലം പാലിച്ച് ജീവിക്കുന്നതും. ഇവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവർ അപകടപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിനെല്ലാം സാധ്യതയായി പറയുന്നത് അവിടുത്തെ ആളുകൾ തന്നെ പറയാറുണ്ട്, ടീച്ചറുടെ വീട്ടിലേക്ക് വലിയ വലിയ വിലകളുടെ വണ്ടികൾ ഇടക്കിടയ്ക്ക് വന്നു പോകാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കരുതിയത് ഒരു പക്ഷേ അത് ബന്ധുക്കൾ വന്ന് പോകുന്നതായിരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ ഉറപ്പിക്കുകയാണ്, ടീച്ചർക്ക് വലിയ നിക്ഷേപങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാതെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ പണമെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു കൊലപാതകമാകാനാണ് ഇത് ഏറ്റവും കൂടുതൽ സാധ്യത. എങ്ങനെ പ്രതിയെ പിടിക്കണമെന്ന് പോലീസിന് വളരെയധികം ഡൗട്ട്ഫുള്ളായി. കാരണം തെളിവുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവരുടെ ഫോൺ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഫോൺ പരിശോധിച്ച സമയത്ത് പോലീസിന് പ്രശ്നങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്തത്. കാരണം അവർ ഈ 6 മാസത്തെ കാലഘട്ടത്തിനിടയിൽ 200-ലധികം ഫോൺ കോളുകൾ ഫ്രീക്വൻ്റ്ലി ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈ നമ്പർ ഒന്ന് സോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് എൻറ്റമോളജി ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്ത് ഇവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ പുഴുക്കളുടെ വളർച്ചയും മറ്റുമൊക്കെ കണക്കിലെടുത്ത് ഏകദേശം ഏത് തീയതിയിലാണ് ഇവർ മരണപ്പെട്ടിട്ടുള്ളത് എന്ന് കണക്കാക്കുകയാണ്. ഫെബ്രുവരി 9-നും 10-നും ഇടയിലാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് 9-നെയും 10-നെയും ചുറ്റിപ്പറ്റി ഇവർക്ക് ഫ്രീക്വൻ്റ്ലി വന്നിട്ടുള്ള കോളുകൾ, അതല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നതിന് ശേഷം സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി കോൺടാക്റ്റഡ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയാണ്. അതല്ലാതെ ഈ സംഭവത്തിന് ശേഷം ഏതെങ്കിലുമൊക്കെ നമ്പർ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്പർ ഈ ലൊക്കേഷനിൽ നിന്ന് മറ്റേതെങ്കിലും ലൊക്കേഷനുകളിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നമ്പറിൽ കണ്ട, അതായത് ഫെബ്രുവരി 9-നും 10-നും ശേഷം കണ്ട നമ്പറുകളിലേക്ക് പോലീസ് ഓരോരുത്തരെയായി ഇങ്ങനെ കോൺടാക്ട് ചെയ്തു തുടങ്ങി. എല്ലാവരും നോർമലായിട്ടാണ് സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അതിലൊരു നമ്പർ പോലീസ് എന്തോ ഒരു അപാകത തോന്നി ട്രേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ലൊക്കേഷൻ വിട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല ഈ കൊലപാതകം നടന്നതിന് ശേഷം അത് തമിഴ്നാട്ടിലേക്കും മുംബൈയിലേക്കും അവിടുന്ന് അടുത്ത സ്ഥലത്തിലേക്കും ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. മാത്രമല്ല ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇതേ സെയിം നമ്പർ ടീച്ചറിന്റെ ടവറുള്ള അതേ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. ആ വ്യക്തിയുടെ പേര് PK ബാലൻ എന്നായിരുന്നു. ആരായിരുന്നു ഈ PK ബാലൻ? PK ബാലൻ എന്ന് പറയുന്നത് ശോഭന ടീച്ചറുടെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു.
ഇവർ തമ്മിൽ ഒരുപാട് ബിസിനസ് ഇടപാടുകളുണ്ട്. ടീച്ചറുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നതും അതെല്ലാം വിൽപ്പന നടത്തുന്നതും അതിൽ നിന്ന് കൃത്യമായ കമ്മീഷനുകൾ കൈപ്പറ്റുന്നതും ഈ PK ബാലൻ എന്ന് പറയുന്ന ആളായിരുന്നു. ഇദ്ദേഹം ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ്. എന്നാൽ കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇയാള് ടീച്ചറുടെ കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ ഒരു സജീവ പങ്കാളിയായിരുന്നു. അങ്ങനെ ബാലനാണ് പ്രതി എന്ന് മനസ്സിലാക്കിയ പോലീസ് അയാളെ ഫോൺ ചെയ്ത് സംഭവം പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം അയാളെ അറിയിക്കാൻ തയ്യാറായില്ല. പോലീസ് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. ഇയാളെ എങ്ങനെ കണ്ടെത്തണമെന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. അതിന്റെ ഭാഗമായി ഇയാളുടെ ലൊക്കേഷൻ കൃത്യമായി പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇയാളുടെ നമ്പറിൽ നിന്നും സൈബർ സെല്ല് ഒരു മെസ്സേജ് വന്നിട്ടുള്ള കാര്യം പോലീസിനോട് പറയുകയാണ്. അതിൽ ഇയാളുടെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ഈ സാഹചര്യത്തിൽ ഇയാളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ താൻ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഈ പ്രതി ഒരുപക്ഷെ നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തിരികെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് ഊഹിക്കുകയാണ്. പോലീസിന്റെ ഊഹം ശരിയാവുകയാണ്. ബാലൻ ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പോലീസ് അയാളുടെ ലൊക്കേഷൻ നോക്കി കൃത്യമായി മനസ്സിലാക്കുകയാണ്. മഫ്തിയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പിന്നെ ബാലൻ അറിയാതെ ബാലൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ട്രെയിനിൽ മഫ്തിയിൽ പോലീസ് കയറുകയാണ്. പോലീസുകാര് ഓരോ കമ്പാർട്ട്മെന്റിലായിട്ട് അവൻ അറിയാത്ത രീതിയിൽ സ്ഥാനമുറപ്പിച്ചു. അതിലൊരാൾ ബാലന്റെ അടുത്തും പോയിരുന്നു. പോലീസ് നോക്കുന്ന സമയത്ത് ബാലൻ ഒരു സൈഡ് സീറ്റിലിരുന്ന് പുറമേയുള്ള കാഴ്ചകളെല്ലാം അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊലപാതകം ചെയ്ത, ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരാളുടെ മുഖഭാവം അയാൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. മറിച്ച് അയാൾ പുറമേയുള്ള കാഴ്ചകളെല്ലാം കണ്ട് സമാധാനപരമായിരിക്കുകയായിരുന്നു. അയാള് തൃശ്ശൂരിൽ ഇറങ്ങുമെന്നാണ് പോലീസുകാർ ആദ്യം കരുതിയത്. എന്നാൽ വളരെ അവിചാരിതമായി അയാൾ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങുകയാണ്. ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ഇയാൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഒന്നും അറിയാത്ത മട്ടിൽ കൂടെ ഉണ്ടായിരുന്ന മഫ്തിയിലെ പോലീസ് ബാക്കിയുള്ള പോലീസുകാരെയും വിവരം അറിയിച്ചു. എല്ലാവരും ചേർന്ന് ഇയാളുടെ പുറകെ പോവുകയാണ്. ഇയാൾ പുറമേ ചെന്നുകൊണ്ട് ഒരു ഓട്ടോയിലേക്ക് കയറാൻ തയ്യാറെടുത്തതും പുറമേ നിന്നും മഫ്തിയിലുള്ള പോലീസ് ചാടി വീണു. എന്നിട്ട് അയാളുടെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് പുറത്ത് കാണിച്ച് പോലീസ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള പോലീസുകാരും ഓടി വന്ന് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇയാളെ പൂട്ടി. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നേരെ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഇയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ബാഗ് പോലീസുകാർ പരിശോധിച്ച സമയത്ത് അതിൻ്റെ അകത്തു നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാശും പോലീസുകാർക്ക് കിട്ടാണ്. എന്നിട്ട് ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒട്ടും കൂസലില്ലാതെ പോലീസുകാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇയാൾ കുറ്റം സമ്മതിക്കുകയാണ് ചെയ്തത്. അന്നേ ദിവസം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബാലൻ പോലീസുകാരോട് തുറന്നു പറയുകയാണ്. ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും വീടുകളിലേക്ക് അന്ന് പോയത്. അന്ന് ആ ടീച്ചറുടെ കയ്യിൽ കുറച്ചധികം പണവും ഉണ്ടായിരുന്നു. ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലൻ ആ കാശ് തട്ടിയെടുക്കുകയാണെങ്കിൽ തനിക്കൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആകും എന്ന് കരുതിയിട്ടാണ് ടീച്ചറെ അപായപ്പെടുത്തി ആ കാശ് കൈക്കലാക്കണം എന്ന് തീരുമാനിച്ചത്. അതേ തുടർന്ന് ഒരു ദിവസം രാവിലെ തന്നെ മറ്റാരും സംശയിക്കാതിരിക്കാൻ വേണ്ടി തന്റെ വണ്ടി വഴിയിലെവിടെ ഉപേക്ഷിച്ച് അയാളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് അന്ന് ടീച്ചറുടെ വീട്ടിലേക്ക് പോയത്. അതിനുശേഷം വാതിൽ തട്ടി വിളിച്ചു. ടീച്ചർ വാതിൽ തുറന്നു. അപ്രതീക്ഷിതമായി ഇയാളെ കണ്ട ടീച്ചർ ഇയാളെ സ്വീകരിക്കുകയും അടുക്കളയിലേക്ക് ഇയാൾക്കൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അമ്മി എടുത്തിട്ട് ഇയാളെ പുറകിലൂടെ ചെന്ന് ടീച്ചറുടെ തലക്കടിച്ച് ടീച്ചറെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നീട് ഇയാൾ ആ ടീച്ചറെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ടീച്ചറുടെ മരണം ഉറപ്പാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അലമാരയിലുണ്ടായിരുന്ന കുറച്ച് കാശും അതുപോലെ ആ സ്വർണ്ണാഭരണങ്ങളും കവർന്നുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. പക്ഷേ ഇയാൾ എത്ര ശ്രമിച്ചിട്ടും അന്നത്തെ ആ വലിയ ഡീലിൽ നിന്ന് കിട്ടിയ കാശ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല. പിന്നീട് ഇയാൾ വാതില് പുറമേ നിന്ന് പൂട്ടി ചാവി ദൂരെ ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. കയ്യിലുണ്ടായിരുന്ന പണവും അതേപോലെ സ്വർണ്ണമൊക്കെ വെച്ചിട്ട് നാട് വിട്ട് നേരെ തമിഴ്നാട്ടിലേക്കാണ് പോയത്. എന്നിട്ട് അയാൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കുറച്ച് ദിവസം ജീവിച്ചു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി പണയം വെക്കാനോ വിൽക്കാനോ ഇയാൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു സ്വർണ്ണക്കടയിൽ കയറി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി ആ കടക്കാരനെ ഏൽപ്പിച്ച് ഇതിന് എന്ത് വില കിട്ടുമെന്ന് ചോദിച്ചു. അയാളത് വളരെ കാർക്കശ്യത്തോടെ ഉരച്ചു നോക്കിക്കൊണ്ട് ബാലനോട് പറയുകയാണ്, ഇതെല്ലാം മുക്കുപണ്ടകളാണ്, ഇത് വിറ്റാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല, മാത്രമല്ല അധിക നേരം ഇവിടെ നിന്ന് തിരിഞ്ഞാൽ പോലീസിനെ വിവരം അറിയിച്ച് ഞാൻ നിങ്ങളെ പിടിപ്പിക്കും എന്ന് അയാൾ പറഞ്ഞു. ആ ബാലൻ ആകെ ഞെട്ടിത്തരിച്ചു പോയി. ഈ കുറച്ച് പണത്തിനും കുറച്ച് മുക്കുപണ്ടകൾക്കും വേണ്ടിയാണോ താൻ ആ ടീച്ചറെ എന്നേക്കുമായി ഇല്ലാതാക്കിയത് എന്ന് ബാലൻ ചിന്തിക്കുകയാണ്. പക്ഷേ ബാലൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ബാലൻ നേരെ നാട്ടിലേക്ക് ചെന്ന് അവിടെ നിന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കുറച്ചുകൂടി പണമുണ്ടാക്കി പിന്നീട് തമിഴ്നാട്ടിലേക്ക് തന്നെ തിരികെ വരണം എന്ന പ്ലാനോട് കൂടിയാണ് അന്ന് ട്രെയിൻ കയറിയത്. എന്നാൽ അവിടെ വെച്ച് കേരള പോലീസിന്റെ കാർക്കശ്യവും അതേപോലെ ബുദ്ധിപൂർവമായ പ്ലാനിങ്ങിലൂടെ ബാലൻ എന്ന് പറയുന്ന ആ ക്രൂര കൊലയാളിയെ കീഴ്പ്പെടുത്താൻ അന്ന് പോലീസിന് കഴിഞ്ഞു.
വിചാരണക്കൊടുവിൽ ബാലന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ധാരാളം പണമുണ്ടെന്നോ, നമ്മൾ ഒരുപാട് കാശ് സമ്പാദിക്കുന്നുണ്ടെന്നോ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക സാധ്യതകളുണ്ടെന്നോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊങ്ങച്ചപൂർവ്വം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴോ, അവരുമായി ഏതെങ്കിലും തരത്തിലേക്ക് ഇടപഴകുമ്പോഴോ നല്ല രീതിയിലുള്ള രഹസ്യ സ്വഭാവങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സ്ത്രീയുടെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അവരെ വകവരുത്തി ആ പണം കൈകടക്കാൻ വേണ്ടിയാണ് അയാൾ ആ ക്രൂര കൊലപാതകം ചെയ്തത്. എന്നാൽ അയാൾക്ക് കിട്ടിയതെല്ലാം മുക്കുപണ്ടങ്ങളും അതേപോലെ തന്നെ ആ വലിയ ഒരു എമൗണ്ട് കടത്താൻ കഴിഞ്ഞില്ല എന്നതും മറ്റൊരു സത്യവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥയെക്കുറിച്ചും ഇതിലെ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.